ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ ഒരു അസുഖത്തിൻ്റെ പിടിയിലാണ്. ഞാൻ അസുഖത്തിൻ്റെ പിടിയിലാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് വീണ്ടും മാറിയില്ലെങ്കിൽ അടുത്ത രാജഗിരിയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. സഹിക്കാൻ കഴിയാത്ത വേദന വയറിൽ വരുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ, എന്തിനാണ് ഇപ്പോഴത് തന്നിരിക്കുന്നത്? എന്താണ് ഇതുപോലെ വേദന? ഈശോ എന്നോടൊരു കാര്യം പറഞ്ഞു, മോളെ, നിനക്ക് ക്യാൻസറല്ലേ? നിൻ്റെ വയറ്റിൽ ക്യാൻസറാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ നീ എന്തിനാ ഇങ്ങനെ വേദന എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്? പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാൻ ആ രോഗത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ കർത്താവേ. എനിക്ക് മരിക്കാൻ ഒട്ടും പേടിയില്ല, ജീവിക്കണം എന്ന് ഒട്ടും ആഗ്രഹവുമില്ല. ഈശോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ ജീവിപ്പിക്കണം, മരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മരിക്കണം. പക്ഷേ അതിൻ്റെ ഇടയിലൊരു കാര്യമുണ്ട്. ശരീരത്തിൽ തരുന്ന വേദനകൾ സഹിക്കാനുള്ള ശക്തി വേണ്ടേ? ആ ശക്തി എൻ്റെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈശോയോട് പറഞ്ഞു, ദൈവമേ, ഞാൻ മരിക്കാനും ജീവിക്കാനും റെഡിയാണ്, അവിടുത്തെ ഹിതം എന്താണെങ്കിൽ. പക്ഷേ ഈ വേദനകളൊക്കെ സഹിക്കാനാണെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി എനിക്കില്ലാതെ പോകുന്നു. അങ്ങനെ ശക്തിപ്പെടുത്തണം. ഞാൻ ഈശോയോട് ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് കർത്താവേ ഇന്നത്തെ ഈ സഹനങ്ങൾ, ഈ ദിവസങ്ങളിലെ സഹനങ്ങൾ? പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം, തീരെ വയ്യാതിരുന്നിട്ടും ഞാൻ ഈ വീഡിയോ ഇടുന്നത്, ലോകം യുദ്ധത്തിൻ്റെ പിടിയിലാണ്. ലോകത്ത് സമാധാനമില്ല. പക്ഷേ ആരും മനസ്സുരുകി പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് ഈശോ പറഞ്ഞത്. യുദ്ധം നടക്കുമ്പോൾ പൂരത്തിൻ്റെ വെടിക്കെട്ട് കാണുന്നത് പോലെയാണ് മനുഷ്യർ ഇപ്പോൾ നോക്കിക്കാണുന്നത്. മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും ആ ഒരു ഭയവും ഭക്തിയും ആശ്രയത്വവും ദൈവാശ്രയത്വവും എല്ലാം സാത്താൻ എടുത്തു മാറ്റി. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ആരെയും അത്ര അലോസരപ്പെടുത്തുന്നില്ല. ഈശോ പറഞ്ഞു, മോളെ, ലോകത്തിൻ്റെ അവസ്ഥ കണ്ടോ? സാത്താൻ എല്ലാവരെയും വരിഞ്ഞു മുറുക്കിയിരിക്കുക. അവിടെ യുദ്ധം നടന്നാൽ എനിക്കെന്താ പ്രശ്നം? അവിടെ കൊച്ചുകുട്ടികൾ മരിച്ചു വീണാൽ എനിക്കെന്താ പ്രശ്നം? മരിക്കുമ്പോൾ മരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഈ ലോകം വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കേട്ടോ. പ്രാർത്ഥന കൊണ്ടല്ലാതെ നമുക്ക് ഈ വർഗത്തെ പുറത്താക്കാൻ കഴിയില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, സഹനവും പ്രാർത്ഥനയും ദിവ്യബലിയുമാണ് ഇതിൻ്റെ പരിഹാരം. മനുഷ്യരൊക്കെ തണുത്തുറഞ്ഞു പോയി. ചൂടും ഒരു ജാഗ്രതയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു വിചാരവുമൊക്കെ മനുഷ്യ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി എല്ലാവരും അവരവരുടേതായ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക. തിരക്ക്. കർത്താവ് ഇപ്പോൾ ലോകസമാധാനത്തിന് വേണ്ടി, യുദ്ധം അവസാനിക്കാൻ വേണ്ടി പലരിൽ നിന്നും പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. പലരിൽ നിന്നല്ല, ലോകം മുഴുവൻ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നമുക്ക് കടമയുണ്ട് കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അവസാനം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ സഹോദരങ്ങൾ ഏത് ദേശക്കാരായാലും ഏത് വർഗക്കാരായാലും അവർ ഇതുപോലെ കൊന്നൊടുക്കപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കടമയില്ലേ? നമ്മൾ നമ്മുടെ ജോലി നടക്കാനും കല്യാണം നടക്കാനും മാത്രം പ്രാർത്ഥിച്ചാൽ മതിയോ? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ സടകുടഞ്ഞെഴുന്നേൽക്കണം. നമ്മുടെ ഈ അന്വേഷണം എടുത്തു മാറ്റാൻ പ്രാർത്ഥിക്കണം. ധാരാളം ജപമാല ചൊല്ലി ജീവിതത്തിലെ സഹനങ്ങളൊക്കെ
ഈ യുദ്ധത്തിൻ്റെ അവസാനത്തിന് വേണ്ടി എത്രയും വേഗം ലോകം സമാധാനത്തിലേക്ക് നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ രോഗം എനിക്ക് കർത്താവ് സമ്മാനിച്ചതും ഇതിനു വേണ്ടി തന്നെയാണ്. ഈശോയോട് ഞാൻ ചോദിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞു, മോളെ സഹനം വേണം, സ്വർഗം നിങ്ങളുടെ സഹനമാണ് നോട്ടമിട്ടിരിക്കുന്നത്. നിങ്ങളുടെ സഹനം ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് കാഴ്ചവെക്കണം എൻ്റെ സഹനത്തോട് ചേർത്ത്. ലോകത്ത് സമാധാനമുണ്ടാകാൻ നിന്നെയും ഓരോരുത്തരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ വിളിക്ക് പ്രത്യുത്തരം നൽകിയില്ലെങ്കിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ട വരും. പ്രിയ സഹോദരങ്ങളെ, 1 ടീസ്പൂൺ പൊടിയരിക്കഞ്ഞിരുമ ഇപ്പം നിൽക്കുന്നത്. അതികഠിനമായ വേദനയാണ് വയറ്റിൽ. ശരിക്കും എനിക്കെന്തുകൊണ്ടാണ് വയറുവേദന എന്ന് ചോദിക്കാനേ പാടില്ല. കാരണം എനിക്ക് ക്യാൻസറാണ് വയറ്റിൽ. അപ്പോൾ പിന്നെ വേദന ഉണ്ടാകില്ലേ? ഈശോ പറഞ്ഞ്, എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? നിൻ്റെ വേദനകളൊക്കെ ലോകത്തിന് വേണ്ടി കാഴ്ചവെക്കാൻ ഞാൻ എപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാഴ്ചവെക്കുകയാണ് സഹോദരങ്ങളെ എൻ്റെ ഈ വേദനകൾ. പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സഹിക്കാനുള്ള ശക്തി ശരീരത്തിനുണ്ടാകണ്ടേ? മനസ്സിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ വീഡിയോ ഇടുന്നത് 2 കാര്യം നിങ്ങളോട് പറയാനാണ്. ഒന്ന്, ദൈവം എത്ര സഹനം എനിക്ക് തന്നാലും അത് സന്തോഷത്തോടു കൂടെ സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രോഗം മാറാനോ മരിക്കാതിരിക്കാനോ ഒന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്, സഹിക്കാനുള്ള ശക്തി, സഹനമാണ് അവിടേക്ക് ആവശ്യം. രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ ജോലി ചെയ്യുമ്പോൾ ഓർക്കണം, നമ്മുടെ സഹോദരങ്ങൾ അവിടെ യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ്. യുദ്ധഭൂമിയിലുള്ളവർക്ക് പോലും പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല. എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടി നമ്മൾ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തണം. ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ധാരാളം കരുണക്കൊന്ത ചൊല്ലി ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ലോകം സമാധാനത്തിലേക്ക് വരണമെന്നതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഫാത്തിമയിലും എല്ലാ പ്രത്യക്ഷീകരണങ്ങളും അമ്മ പറയുന്നത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയ കൂട്ടുകാരെ, ഞാൻ നിർത്തുകയാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരും. പക്ഷേ ഈശോ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും മന്നോഷണരായി തീർന്നു. അവിടെ അവർ മരിച്ചു വീണെങ്കിൽ വീഴട്ടെ, ഇവിടെ എങ്ങനെയാണെങ്കിലും ആവട്ടെ. കൊലപാതകങ്ങൾ കേൾക്കുമ്പോൾ കൊന്നോ, അപ്പം മോനെ കൊന്നോ, മോനപ്പനെ കൊന്ന, അമ്മ മോളെ വലിച്ചെറിഞ്ഞ, കേട്ട് 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 മരവിച്ച അവസ്ഥയായി മനുഷ്യർ. പാടില്ല കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ഏക വിഷയം ലോകസമാധാനമായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമ്മുടെ സഹനങ്ങളും പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളെല്ലാം കാഴ്ചവെക്കാം. ഒപ്പം നമ്മുടെ ജീവിതവും നന്നാക്കാൻ ശ്രമിക്കാം. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇപ്പോഴത്തെ ആരോഗ്യത്തെ ഓർത്ത് നന്ദി പറയാം. ഈ ഭൂമിയിൽ എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ ഞാൻ എന്താണ് ചെയ്തത് കർത്താവേ എന്ന് ചോദിക്കാം. ഈശോ നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടില്ലെങ്കിൽ ആ രോഗാവസ്ഥ ലോകത്തിന് വേണ്ടി കാഴ്ചവെക്കാം. ദൈവത്തിൻ്റെ വലിയ കരുണ യുദ്ധഭൂമിയിലേക്ക് ഒഴുക്കാൻ നമ്മുടെ സഹനങ്ങളും വിലമതിക്കപ്പെട്ടതാകട്ടെ. ധാരാളം പ്രാർത്ഥിക്കുക, ധാരാളം പ്രായശ്ചിത്തം ചെയ്യുക. കർത്താവേ കരുണ കാണിക്കണമേ എന്ന് നിലവിളിക്കുക. ഇന്ന് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ നാളെ നീ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. സ്വന്തം ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ ചൂടുണ്ടാകൂ എന്ന് വന്നാൽ അത് നമുക്ക് വലിയ വിപത്തായിരിക്കും. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.